വി ഡി സതീശന് പിണറായി ബാധയോ? CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ വീട്ടിലടക്കം 12 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായി സംസ്ഥാനത്താകമാനം CPIM പ്രവർത്തകർ വ്യാപകമായി അതിക്രമം അഴിച്ചുവിട്ടു. പ്രത്യേകിച്ചും കേരള തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ നടന്നത്. ED സഞ്ചരിച്ച വാഹനമടക്കം തകർക്കുകയും ചെയ്തു. ആ സമയത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഡൽഹിയിലായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്തരത്തിൽ റെയ്ഡ് നടന്നിട്ടുണ്ട്, കേരളമാകെ കത്തുകയാണ്, കേരളത്തിലാകമാനം അക്രമപ്രവർത്തനങ്ങൾ CPM പ്രവർത്തകർ അഴിച്ചുവിടുന്നു, ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു, അവർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിക്കുന്നു, ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു ക്രമസമാധാന പ്രശ്നം കേരളത്തിൽ നിലനിൽക്കുന്നു, എന്താണ് അങ്ങയുടെ പ്രതികരണം എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. കേരളത്തിലെ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളും അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ മൗനം ആയിരുന്നു മറുപടി. പിന്നീട് തുടർച്ചയായി 13 തവണയാണ് വി ഡി സതീശനോട് ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. എന്നാൽ അദ്ദേഹം ഒരക്ഷരം പോലും ഈ റെയ്ഡിനെ കുറിച്ചോ സംസ്ഥാനത്ത് നടന്ന അക്രമ പ്രവർത്തനങ്ങളെ കുറിച്ചോ സംസാരിക്കാൻ മിണ്ടാൻ തയ്യാറായില്ല. ചാനൽ മൈക്കുകളുടെ ഇടയിലൂടെ അദ്ദേഹം കാറിൽ കയറി രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്താണ് സതീശന്റെ മനസ്സിലുള്ളത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. ഈ ഒരു ശൈലി പിണറായി വിജയന്റേതാണ്. കാരണം പിണറായി വിജയന്റെ മുന്നിൽ മാധ്യമപ്രവർത്തകർക്ക് മൈക്കുമായി ചെന്നു കഴിഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ ഒരു തരത്തിലുള്ള പ്രതികരണവും ലഭിക്കുകയില്ലായിരുന്നു. അദ്ദേഹം അതിന് പറഞ്ഞ ന്യായം, എനിക്ക് പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞുകൊള്ളാം, ആ സമയമാവുമ്പോൾ നിങ്ങളെ വിളിച്ചുകൂട്ടി എനിക്ക് എന്താണോ പറയേണ്ടത് അപ്പോൾ പറഞ്ഞുകൊള്ളാം. ഇപ്പോൾ എൻ്റെ അടുക്കൽ അദ്ദേഹം ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഈ കുന്തവുമായി വരേണ്ട ആവശ്യമില്ല. ചാനൽ മൈക്കിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതുമായി എൻ്റെ അടുക്കൽ വരേണ്ടതില്ല. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് പത്രസമ്മേളനം വിളിച്ചു പറയും, അല്ലാതെ എൻ്റെ പുറകെ നടന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്നായിരുന്നു പിണറായി വിജയന്റെ കഴിഞ്ഞ 10 വർഷത്തെ നിലപാട്. അതേ നിലപാട് തന്നെയാണ് സതീശൻ ആവർത്തിക്കുന്നത് എന്ന് നമുക്ക് കരുതേണ്ടി വരുന്നു. കാരണം അടിയന്തിരമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തോട് പ്രതികരണം ആരായുന്ന മാധ്യമപ്രവർത്തകരെ വകഞ്ഞു മാറ്റിപ്പോവുക, അവർക്ക് മുന്നിൽ ഗോഷ്ഠി കാണിച്ചു നിൽക്കുക, അവർക്ക് മുന്നിൽ മൗനം പാലിച്ചു നിൽക്കുക, അവർക്ക് മുന്നിൽ പൊട്ടൻ കളിക്കുക, ഇത്തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അദ്ദേഹം പിണറായി വിജയന്റെ ശൈലിയാണോ കടമെടുക്കുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിണറായി വിജയൻ ഇതുപോലെ തന്നെയായിരുന്നു നേരത്തെയും ഇടപെട്ടത്. വലിയ തോതിൽ അത് വിമർശനങ്ങൾക്ക് വഴി തെളിയിക്കുകയും ചെയ്തു. കാരണം എമർജൻസി ആയിട്ടുള്ള ഒരു കാര്യത്തിന് പ്രതികരണം ചോദിക്കും മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ മൈക്ക് തട്ടിമാറ്റി കാറിൽ കയറി പോകുന്ന കാഴ്ച നമ്മൾ എത്രയോ തവണ കണ്ടതാണ്. സമാനമായ നിലയിൽ മൈക്ക് തട്ടിമാറ്റിയിട്ടില്ല എന്ന് മാത്രമേ സതീശന്റെ കാര്യത്തിൽ പറയാനുള്ളൂ. പക്ഷേ ശൈലി പിണറായി വിജയന്റെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ അതേ ശൈലി സതീശന് ഇനി തുടരേണ്ടി വരും. അതായത് പറയാനുള്ള കാര്യങ്ങൾ, അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ പോലും മാധ്യമപ്രവർത്തകരോട് പറയാതെ തനിക്ക് സൗകര്യമുള്ള സമയത്ത് മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടി പറയുക എന്നുള്ള പിണറായി വിജയന്റെ ശൈലി കടമെടുക്കുകയാണ് സതീശനെന്ന് ചോദിക്കേണ്ടി വരും. പക്ഷേ അത് അപകടകരമായിട്ടുള്ള ശൈലിയാണ്. കാരണം അടിയന്തരമായിട്ടുള്ള സാഹചര്യം നേരിടേണ്ടി വരുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രശ്നം സംസ്ഥാനത്തിനാകെ ബാധിക്കുന്ന തരത്തിൽ ഉണ്ടാകുമ്പോൾ അതിന് ഉടനടി പ്രതികരണം നൽകേണ്ടത് മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനാധിപത്യ സംവിധാനത്തിൽ ആരുടെയും, ആ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് ആരാണോ ആ ആളുടെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പക്ഷേ പിണറായി വിജയനും സതീശനും ചെയ്യുന്നത് ഒരേ രീതി തന്നെയാണ്. അടിയന്തര സ്വഭാവമുള്ള കാര്യങ്ങളിൽ പ്രതികരണം ചോദിക്കുമ്പോൾ ഒന്നുകിൽ മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ മൈക്ക് തട്ടി കാറിൽ കയറി പോകുന്നു. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 3:30 സതീശൻ വാർത്താ സമ്മേളനം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിലെങ്കിലും മൗനം വെടിയുമോ എന്നുള്ളതാണ്. ED കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മൗനം വെടിയുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേരളമാകെ കാത്തിരിക്കുന്നത്. ഇന്ന് 3 മണിക്കാണ് അദ്ദേഹം വാർത്താ സമ്മേളനം ആദ്യം വിളിച്ചതെങ്കിലും അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മാധ്യമങ്ങളെ കാണുകയുള്ളൂ എന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം EDയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് താൻ 3 ദിവസം മൗനം പാലിച്ചത് എന്നതിന്റെ ഉത്തരം പറയുമോ എന്നുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.